എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പടിഞ്ഞാമക്കൽ. വിഷു ആയിട്ട് ഞാൻ കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസുകൾ എന്നോട് ആരൊക്കെയോ ചോദിച്ചായിരുന്നു, റെഡിമെയ്ഡ് ബ്ലൗസ് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ഞാൻ കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കാം. ഫസ്റ്റ് ബ്ലൗസ് വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലുള്ള, ഇത് നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. കണ്ടോ, ഇത് നല്ലോണം സ്ട്രെച്ച് ചെയ്യും. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് ഒരു 2XL ആണ്, XXLന്റെ ബ്ലൗസ് ആണ്. ഇതെടുത്താല് XXLകാർക്ക് കൂടി ഇത് പാകാവും. അങ്ങനെ അതുപോലെ നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിന്റെ ഡിസൈൻ കണ്ടോ, ഒരു ഗോൾഡൻ കളറിന്റെ ഒരു ഡിസൈൻ ഇതിൽ പോയിരിക്കുന്നത്. എനിക്ക് തൊണ്ടവേദനയാണ് കേട്ടോ, അതുപോലെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോണത് കേട്ടോ. അപ്പൊ ഇതില് ഒരു ക്രഷ് പോലത്തെ ഒരു മെറ്റീരിയലും പ്ലസ് ഇതിൽ ഇതുപോലെ ഗോൾഡിന്റെ ഒരു ഡിസൈൻ ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. ഫുൾ ഇതുപോലെ തന്നെയാണ് ഡിസൈൻ. ഫ്രണ്ട് സൈഡ് വന്നിരിക്കുന്നത് ഇതുപോലെ റൗണ്ട്, ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ തന്നെ റൗണ്ടിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കൈ വരുന്നത് നമ്മുടെ മുട്ടിന്റെ ഇവിടെ വരെ ഉള്ള കൈയാണ്. ഈ ബ്ലൗസുകൾ നമുക്കിപ്പോ ഒരു സെറ്റ് മുണ്ടിന്റെ കൂടെ നീല കരയുള്ള ഒരു സെറ്റ് മുണ്ട് ആണെങ്കിൽ നമുക്ക് അതിന് വേണ്ടി വേറെ ബ്ലൗസ് എടുത്ത് തയ്പ്പിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു ബ്ലൗസ് ഇട്ടാൽ മതി. ഇത് XXLകാർക്കും XXLകാർക്കും പാകാവുന്ന ബ്ലൗസ് ആണ്, കാരണം അത് നല്ലതുപോലെ സ്ട്രെച്ചബിൾ ആണ്. അപ്പൊ ഈ ബ്ലൗസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 185 രൂപ, 185. ഇപ്പൊ ഇത് XXL ആണ്. ഇങ്ങനത്തെ ബ്ലൗസുകളിൽ XL XXL മാത്രമാണ് അവൈലബിൾ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു നേവി ബ്ലൂ ഷെയ്ഡ്. പിന്നത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതാ ഒരു കോഫി ബ്രൗൺ കളർ. കണ്ടോ, ഇതിലും അതേ സെയിം തന്നെ ഒരു ഗോൾഡൻ കളറിന്റെ പ്രിന്റുകളാണ്. പ്രിന്റ് എന്നല്ല പറയാ, ഇങ്ങനെ പൊട്ട് പോലെ സ്കാറ്റർ ചെയ്ത് ബലൂണൊക്കെ പൊട്ടിത്തെറിച്ചാല് എങ്ങനെ കിടക്കുക അതുപോലെ, അല്ലെങ്കിൽ പെയിന്റ് ഒക്കെ ചിന്നി ചെതറി വീണാല് എങ്ങനെയാണ് കിടക്കുക അതുപോലെ ആണ് ഇതില് ഈ ഗോൾഡൻ കളർ. ആ ഗോൾഡൻ കളറിലുള്ള ഇതാണ് ഈ ബ്ലൗസിന് ഇത്രയും ഭംഗി കൊടുക്കുന്നത്. ഭംഗി തന്നെയല്ല, ഒരു സിമ്പിൾ റേറ്റിൽ നമുക്കൊരു ബ്ലൗസ് ആയി. ഇപ്പൊ ഒരു തുണിയൊക്കെ എടുത്ത് ബ്ലൗസ് തയ്പ്പിക്കണമെങ്കിൽ തയ്യൽ കാശ് തന്നെ എത്ര കൊടുക്കണം? ഇത് വെറും 185 രൂപയ്ക്ക് നമുക്കൊരു ബ്ലൗസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല വൈൻ ഷെയ്ഡ്. ഇത് നമുക്ക് പ്ലെയിൻ സാരി പ്ലെയിൻ ബ്ലൗസ് ഇതുപോലത്തെ പ്രിന്റ് അത് നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ സെറ്റ് സാരി ഉണ്ട്, സെറ്റ് സാരി എടുത്തിട്ട് അതിന്റെ ബ്ലൗസ് മാത്രം ഇതുപോലത്തെ ഒരു ഡിസൈനിൽ ഇട്ടാല് അത് നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നല്ലൊരു ഞാറയ്ക്ക കളറാണ്. പിന്നെ വന്നിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഒരു നല്ല റെഡിഷ് മെറൂൺ ഷെയ്ഡ്. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡുകളിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 185, 185 രൂപ. നെക്സ്റ്റ് ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതാ, ഇത് ഒരു മെറൂൺ ഷെയ്ഡാണ്. ഇതിന് ബോഡിയിലൊക്കെ ലൈനിങ് ഉണ്ട്, കൈക്ക് മാത്രമാണ് ലൈനിങ് ഇല്ലാത്തത്. ഇത് സ്റ്റോൺ ഒന്നും അല്ല കേട്ടോ, ഒരു ലേസ് തന്നെയാണ്. നമ്മുടെ മേത്ത് ഇങ്ങനെ കുത്തിക്കൊള്ള ഡിസ്കംഫർട്ടോ ഉള്ളതൊന്നും അല്ല, നല്ല സുഖമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പാഡഡ് ബ്ലൗസ് ആണ്. പിന്നെ ഈ ബ്ലൗസുകളൊക്കെ ഫ്രീ സൈസ് ആണ്. ഇപ്പൊ ഞാൻ അവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാ, ഇപ്പം XL ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ നല്ലതുപോലെ സീം അലവൻസ് ആണ്. കണ്ടോ, ഇത്രയും ഭാഗം രണ്ട് വശത്തും ഇത്രയും പോർഷൻ നമുക്ക് അഴിച്ചിടാനുണ്ട്. അപ്പോ ഇത് നമുക്ക് XXL XXL വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ ചെറുതാക്കണമെങ്കിൽ അങ്ങനെ തന്നെ ഈ ഭാഗം മാത്രം അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ ഇപ്പൊ ലാർജ് ഉള്ളൊരു കുട്ടിയാണ് ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ വശവും ചെറുതാക്കി കൊടുക്കുക, അതുപോലെ ഈ കൈയും കുറച്ച് ചെറുതാക്കിയ ഇവിടം കൊണ്ട് അങ്ങനെ വ്യത്യാസം വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഇത് പാഡഡ് വെച്ച ബ്ലൗസ് ആണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇതുപോലെ വരും. ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ കുഞ്ചലങ്ങളൊക്കെ ആയിട്ട് കെട്ടിടാനായിട്ടുള്ള ബ്ലൗസ് പീസാണ്. മുകളിലും ഒരു കുഞ്ചലം ഉണ്ട് കേട്ടോ, മുകളിലും കെട്ടാനുള്ളതുണ്ട്, താഴ്ഭാഗത്തും ഇതുപോലെ കെട്ടി ഇതുപോലെ കൊളുത്തും കുഞ്ചലും കൂടിയാണ്. ഇതൊക്കെ നമുക്ക് പ്ലെയിൻ സാരികളുടെ കൂടെ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ബ്ലൗസുകളാണല്ലോ ട്രെൻഡിൽ പോകുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 390, 390. ഇതിപ്പോ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. ഇനി ഇതിന്റെ ഷെയ്ഡ് വേറെ വന്നിരിക്കുന്നത് നല്ലൊരു ബിസ്ക്കറ്റ് ഷെയ്ഡ്. കണ്ടോ, ഇതുപോലെ നല്ലൊരു ബിസ്ക്കറ്റ് ഷെയ്ഡാണ്. എല്ലാ സ്പെസിഫിക്കേഷനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ സ്റ്റോണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊന്നും നമ്മുടെ മേത്ത് പിടിക്കുന്നതല്ല. ഇതൊരു ലേസ് ആണ്. നമുക്ക് കുറച്ചൊരു ബ്ലൗസിന് ഒരു തിളക്കം കിട്ടാൻ വേണ്ടി മാത്രം
വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ലൈൻസ് പോലെയുള്ള ഒരു ലേസ് ആണ്. പിന്നെ ഇതിന്റെ കൈ ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ. കൈക്ക് നമ്മൾ ലൈനിങ് വെച്ചിട്ടില്ല. ബാക്ക് സൈഡില് മുകളിലും ഒരു കുഞ്ചലുണ്ട്, ഇവിടെയും കുഞ്ചലുണ്ട്, അതുപോലെ താഴ്ഭാഗത്തും ഇങ്ങനെ കുഞ്ചലുണ്ട്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 390. അപ്പൊ ഇത് നല്ലൊരു ബീജ് ഷെയ്ഡ്. ഇത് നമുക്ക് സെറ്റ് മുണ്ടിന്റെ കൂടെ ഇടാൻ പറ്റുന്നതാണ്. പിന്നെ വന്നിരിക്കുന്ന ഷെയ്ഡാണ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. ഇതുപോലെ തന്നെ ഫ്രണ്ട് സൈഡ് ഇതുപോലെ പാഡഡ് ആണ്. ഇനി ഈ പാഡ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ നിന്ന് എടുത്തു കളയാട്ടോ. അപ്പൊ കുറച്ചും കൂടി വിസ്താരം കിട്ടും. ഫ്രണ്ട് സൈഡ് വന്നിരിക്കുന്നത് ഇങ്ങനെ, കയ്യുമ്മ ലൈനിങ് ഇല്ല, ബോഡിയിലൊക്കെ ലൈനിങ് ഉണ്ട്. ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇതുപോലെ മുകളിലും കുഞ്ചലുണ്ട്, താഴ്ഭാഗത്ത് ഇതുപോലെ കുഞ്ചലുണ്ട്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 390. ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതാ, ഇത് സ്ലീവ്ലെസ് ആണ് ബ്ലൗസ് എന്നുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളില് സ്ലീവ് വെക്കാനുള്ള പോർഷൻ ഉണ്ട്. കണ്ടോ, ഇതാ ഇത്രയും സ്ലീവിന്റെ പോർഷൻ ആണ് വെക്കാനുള്ളത് ഇതില്. ഇത് നല്ലൊരു റാണി പിങ്കും മെറൂണും കൂടി കലർന്നൊരു ഷെയ്ഡാണ്. ഇതിന്റെ ഉള്ളിൽ ഈ സ്ലീവ് വെക്കുമ്പോ നമുക്ക് ഇത് ലാർജ് തുടങ്ങിയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഈ ബ്ലൗസും ഫ്രീ സൈസ് ആണ്. ഇതിലത്തെ ഡിസൈൻ കണ്ടോ, ഇതൊക്കെ ഒന്ന് ബ്ലൗസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഷെല്ല് സീറോ സീക്വൻസ് പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നതാണ്. നമ്മളുടെ ഡ്രസ്സിനെയോ അല്ലെങ്കിൽ ഓർണമെന്റ്സിനെയോ ഒന്നും പിടിക്കുന്ന തരമല്ല. ഇതിന്റെ ഉള്ളിലും നല്ലതുപോലെ സീം എലമെന്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോ രണ്ട് വശത്തും ഇത് അഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് XXL വരെ നമുക്ക് ഈ ബ്ലൗസ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ ചെറുതാക്കണമെങ്കിലും ഇവിടുന്ന് തന്നെ ഇത് എന്തുമാത്രം ചെറുതാക്കണമെങ്കിലും നമുക്ക് ഇവിടെ ഇങ്ങനെ ചെറുതാക്കാൻ പറ്റും. അപ്പൊ അവര് പറയുന്നത് ഈ വശം കൊണ്ട് മീഡിയം വരെ കുറച്ചാലും ലാർജ് വരെ കുറച്ചാലും ഈ ഭാഗം കൊണ്ട് വ്യത്യാസം വരുന്നില്ല, ഇവിടെ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോ ഇതിന്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് മുകളിലും ഇതുപോലെ തന്നെ കുഞ്ചലുണ്ട്. മുകളിൽ മാത്രമാണ് ഇതിന്റെ കുഞ്ചലം വരുന്നത്. താഴെ ഇതുപോലെ ഹുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതും പാഡഡ് ബ്ലൗസ് ആണ്. ഇത് നമുക്ക് ഈ പാഡ് വേണ്ട എന്നുള്ളവർക്ക് ഈ പാഡ് എടുത്ത് മാറ്റാം. ഇതും പ്രിൻസസ് കട്ടിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസുകളാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 450 രൂപ, 450. ഇപ്പൊ ഈ കാണിച്ച കളർ എന്ന് പറഞ്ഞത് നല്ലൊരു പിങ്കും മെറൂണും കൂടി കലർന്ന ഷെയ്ഡ് അല്ലേ. പിന്നെ ഇതിന്റെ ഒരു ഷെയ്ഡ് വേറെ വരുന്നത് പറഞ്ഞാൽ ഞാറയ്ക്ക കളർ, നല്ലൊരു വൈൻ ഷെയ്ഡ് കണ്ടോ. ഇതും പ്രിൻസസ് കട്ടിൽ തന്നെ വന്നിരിക്കുന്നതാണ്. ഇതിലും ഇതുപോലെ തന്നെ ഈ സീറോ സീക്വൻസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആ ബ്ലൗസിന് ഒരു തിളക്കം. നമ്മളിപ്പോ ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ ഇട്ടുകൊണ്ട് പോവാണെങ്കിൽ നല്ലൊരു ഗ്ലിറ്ററിംഗിൽ നിൽക്കുന്ന ഒരു ബ്ലൗസ് ആണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഹുക്ക്, മുകളിൽ മാത്രമാണ് ഇതിന് കുഞ്ചലം വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 450. നെക്സ്റ്റ് ബ്ലൗസ് വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ മൊഡാൽ സിൽക്കിൽ വന്നിരിക്കുന്ന ബ്ലൗസ് ആണ്. ഈ ബ്ലൗസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിന്റെ ആ ഒരു തിളക്കവും ഒരു സിൽക്കിനെസ് ഒക്കെ കാണുമ്പോൾ അറിയാലോ ഇത് പ്യുവർ മോഡലിൽ വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് ആണ്. ഇതങ്ങനെ സാധാരണ കാണുന്ന ഒരു ഡിസൈൻ അല്ല. ഇതും ഇങ്ങനെ കരവിരാന്ന് വെട്ടുമുത്തൊക്കെ പോലെയുള്ള ഒരു ഡിസൈനാണ്. സാധാരണ ഇങ്ങനത്തെ ഒരു ഡിസൈൻ അധികം കണ്ടിട്ടില്ല. അപ്പൊ ഇതും അതെ ഫുൾ ലൈനിങ് വെച്ച് തയ്ച്ചിരിക്കുന്ന ഒരു ബ്ലൗസ് ആണ്. ഇതും സ്ലീവ്ലെസ് ആണ്. ഇതിന്റെ സ്ലീവ് ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതാ രണ്ട് കൈയുടെ ഭാഗത്തും ഇതിന്റെ രണ്ട് കൈക്കുള്ള സ്ലീവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഉള്ളില് ഇതിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ സീം എലമെന്റ്സ് ഉണ്ട്. ഇത് നമുക്ക് ഇത്രയും വരെ ഇവിടെയും കിട്ടും. ഇത്രയ്ക്കും തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് അഴിച്ചിടാനുണ്ട്. പിന്നെ ഇതിന്റെ മുകൾ വശത്ത് മാത്രമാണ് മുകൾ വശത്താണ് ഇതുപോലെ കുഞ്ചലം വന്നിരിക്കുന്നത്. താഴ്ഭാഗത്ത് ഇങ്ങനെ ഹുക്കാണ്. അപ്പൊ ഇത് മോഡാൽ സിൽക്കിന്റെ 1 മീറ്റർ തുണിക്ക് തന്നെ എത്ര പൈസ ഉണ്ടെന്ന് നമുക്കറിയാം. 550-650 രൂപയുണ്ട് ഒരു മീറ്റർ ബ്ലൗസ് തയ്ക്കണമെങ്കിൽ, തുണി മേടിക്കണമെങ്കിൽ. അപ്പം ഈ ബ്ലൗസിന്റെ MRP വരുന്നത് 830 രൂപയാണ്. ഈ ബ്ലൗസിന്റെ MRP. ഞാൻ നിങ്ങൾക്ക് ഈ ബ്ലൗസ് തരുന്നത് 750 രൂപയ്ക്കാണ്. ഇത് സിംഗിൾ പീസാണ് കേട്ടോ, സിംഗിൾ പീസാണ്. അപ്പം ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 750. ഇനി 2-3 കളർ സാരികൾ കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഞാൻ കുറച്ച് ബ്ലൗസുകൾ നിങ്ങളെ കാണിച്ചില്ലേ, അപ്പൊ ആ ബ്ലൗസുകൾക്ക് മാച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരം ഒരു സാരിയാണ്.
ഇത് ഒരു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ, ഒരു തിളക്കം അതിനുണ്ട്. അതായത് ഇതൊരു സാറ്റിൻ ബേസ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. ഇതില് ഓൾ ഓവർ ബോഡി ഇതുപോലത്തെ, ഞാൻ കഴിഞ്ഞ ആഴ്ച തോന്നുന്നു, അതെ 2 ആഴ്ച മുമ്പാണ് ആ ഒരു സാരി കാണിച്ചിരുന്നത്, മെഷീൻ പ്രിന്റ് ആന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മെഷീനിൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ലീഫിന്റെ ഒക്കെ ചെറിയതൊരു തരം ലീഫുകളുടെ ഡിസൈൻ ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ചിലയിടത്ത് ഇങ്ങനെ 4 എണ്ണം ഒരുമിച്ച്, പിന്നെ അതിന്റെ ഒരെണ്ണം ചെറുത്, അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ ഓൾ ഓവർ ബോഡി പോയിരിക്കുന്നത്. ഇതില് ഇതുപോലെയാണ് ഈ സാരി. ഇതില് പല്ലുമില്ല, റണ്ണിങ്ങിൽ വന്നിരിക്കുന്ന പല്ലുവാണ്, അതുപോലെ തന്നെ ബ്ലൗസ് പീസും ഇല്ല. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 750. ഇത് നമുക്ക് ജോർജറ്റ് എന്ന് പറയാൻ പറ്റില്ല. 1 ലെയറിൽ ഇത് ഇടാണെങ്കിൽ ഇത് ട്രാൻസ്പെറന്റ് ആണ്, 1 ലെയറിൽ ഇടാണെങ്കിൽ ഇത് ട്രാൻസ്പെറന്റ് ആണ്. പക്ഷെ ഇത് നമ്മൾ പിൻ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ക്യാഷിലൊക്കെ ആയിട്ട്, അതല്ലെങ്കിൽ ഒരു ക്യാഷിൽ എന്നല്ല, എന്തെങ്കിലും ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. ഒരു റീസണബിൾ റേറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 750 രൂപ, 750. ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ച കളർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇനി നമുക്ക് ഇതിന്റെ വേറെ 2 ഷെയ്ഡ് കൂടി ഉണ്ട്, അത് കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഷെയ്ഡ് കാണാനായിട്ട്. ഇതില് ഓൾ ഓവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെഷീൻ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു 4 ചെറിയ തരം ഒരു പരന്ന ഇല, പിന്നെ അതിന്റെ തന്നെ ഒരു ചെറിയൊരു ഒരു മോട്ടീവാണ് ബാക്കിയുള്ളടത്ത് പോയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മസ്റ്റേർഡ് യെല്ലോ ആണിത്. ഇത് വിത്തൗട്ട് ബ്ലൗസ് ആണ്, വിത്തൗട്ട് പല്ലു ആണ്, റണ്ണിങ് പല്ലു ആണ് ഇതിന്റെ വന്നിരിക്കുന്നത്. ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 750, 750. ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു റാണി പിങ്ക്, നല്ല ഭംഗിയാണ്, നമുക്ക് മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നെസ് തരുന്ന ഒരു സാരിയാണ് ഈ റാണി പിങ്ക് കളർ എന്ന് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറ്. ഇതിലും ഇതുപോലെ തന്നെയുള്ള മെഷീൻ പ്രിന്റ് ആണ് ഓൾ ഓവർ ബോഡി വന്നിരിക്കുന്നത്. ഇതിന് പല്ലുമില്ല, ബ്ലൗസ് പീസ് ഇല്ല, പല്ലു ഒക്കെ ഇതുപോലെ തന്നെ റണ്ണിങ്ങിലാണ് വരുന്നത്. ഈ സാരികൾ ഉണ്ടല്ലോ, ഇതിനൊക്കെ നമ്മളൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ ഉടുക്കാനും വളരെ കംഫർട്ടബിൾ ആണ്. സാറ്റിൻ ബേസ്ഡ് മെറ്റീരിയൽ ആണ് ഇത്. അതുകൊണ്ട് ഇത് ജോർജറ്റിന്റെ പോലെ അത്ര ട്രാൻസ്പെറന്റ് അല്ല. എന്നിരുന്നാലും 1 ലെയർ ഇടുമ്പോൾ ഇത് ട്രാൻസ്പെറന്റ് ആവും. പക്ഷെ പിന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ സാരിയാണ്, നല്ല ഭംഗിയാണ്, നമ്മളുടെ മുഖത്തിന് പ്രകാശം തരുന്ന തരത്തിലുള്ള ഒരു കളറാണ്. അപ്പൊ ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 750. അപ്പൊ ഇന്ന് ഈ കാണിച്ച സാരികളിലും ബ്ലൗസുകളിലും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.